സമ്പത്തും സന്താനങ്ങളും ഐഹിക ലോകത്തിലെ അലങ്കാരങ്ങളാണെന്ന് പറഞ്ഞ ഖുർആൻ തന്നെ അത് രണ്ടും പരീക്ഷണം കൂടിയാണ് എന്നും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ പരീക്ഷണം തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ചില ആളുകൾക്ക് സമ്പത്തുണ്ട്, ചിലർക്ക് സമ്പത്തില്ല. ചില ആളുകൾക്ക് മക്കളുണ്ട്, ചിലർക്ക് മക്കളില്ല. സമ്പത്തുള്ളവർ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് വാരിക്കോരി തന്നതാണെന്ന നെകളിപ്പൊന്നും വേണ്ട. മക്കളുള്ളവരും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കാരണം അത് രണ്ടും പരീക്ഷണമാണ്. നൽകിയും പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ രാജാധികാരം അവനുള്ളതാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ പടക്കും. യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്ന ദമ്പതികൾക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂർ, ചില ദമ്പതികൾക്ക് അവൻ ആൺമക്കളെ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ, ചിലർക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കും. അവസാനം പറഞ്ഞതുകൂടി ശ്രദ്ധിക്കുക, വയജ്അലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഒന്നും കൊടുക്കൂല. മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. ശേഷം അല്ലാഹു പറഞ്ഞതെന്താണ്? ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹുവാണ് അറിയുന്നവൻ. ആ വാചകം ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് കഴിവുണ്ട്, അവൻ അറിയുന്നവനാണ്. ആർക്കൊക്കെ എത്ര അളവിൽ എത്ര കൊടുക്കണം എന്ന് അള്ളാഹ്ക്ക് അറിയാം. ആർക്ക് കൊടുക്കുന്നതാണ്, ആർക്കാണ് കൊടുക്കാതിരിക്കേണ്ടത്, അതിലൊക്കെ റബ്ബിന് ചില ഹിക്മത്തുകളുണ്ട്. അത് നമുക്കറിഞ്ഞുകൂടാ. മക്കളുള്ള എത്രയോ ആളുകൾ ഇന്ന് മക്കൾ ഉണ്ടായതിന്റെ പേരിൽ കരയുന്നുണ്ട്. ആജീവനാന്തം ഉറക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്കിങ്ങനെ ഒരു മകനുണ്ടായിപ്പോയല്ലോ, എനിക്കിങ്ങനെ ഒരു മകളുണ്ടായിപ്പോയല്ലോ എന്നോർത്തുകൊണ്ട് സങ്കടക്കണ്ണീരിൽ മുങ്ങിക്കഴിയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. കാരണം ആ വിധത്തിലുള്ള നെറികെട്ട ജന്മങ്ങൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പോ മക്കൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വലിയ അനുഗ്രഹമാണോ? അല്ല, രണ്ടും പരീക്ഷണമാണ്. ഉണ്ടായവരും ശ്രദ്ധിക്കണം, മക്കളില്ലാതെ പോയവരോ നിരാശയുടെ തീരാക്കയത്തിൽ മുങ്ങിത്താണ് ആത്മഹത്യയിലേക്കോ റബ്ബേ നീ എന്തേ ഇങ്ങനെ ഇന്നെ ഒറ്റപ്പെടുത്തിയത് എന്ന ക്ഷമകേടിന്റെ വാക്കുകളിലേക്കോ തിരിയുന്നതിന് പകരം റബ്ബിന്റെ തീരുമാനം എന്റെ വിഷയത്തിൽ അതായിരിക്കും എനിക്ക് ഖൈറ് എന്നോർത്തുകൊണ്ട് അവൻ സംതൃപ്തനാവുകയും അവൻ സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ടാകും. അതിലൊരു സംശയവുമില്ല.